ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റും പാലും വെച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് കേക്കാട്ടോ. നിങ്ങൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പലഹാരം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ബിസ്ക്കറ്റ് കൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റുമാണ്, നല്ലൊരു ടേസ്റ്റ് കേട്ടോ. വീട്ടിൽ ബിസ്ക്കറ്റും പാലൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചങ്ങാണ്ട് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ച് നോക്കുക. ഒരു കുറുകിയ പരുവാണ് കേട്ടത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേ ഒരു ഇതാട്ടോ വേണ്ടത്. അതേമാതിരിയാണ് വേണ്ടത്. നമുക്ക് കുറച്ച് പാൽ വാർന്നൊന്ന് ആദ്യം ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കേ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ടിന്നിൽ, കേക്കിൻ്റെ അങ്ങനത്തെ ഒരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട് ഒരു നെയ്മയം പറ്റിയിട്ട് നമുക്ക് ആ മിക്സിയിൽ അടിച്ച് വെച്ച ആ ഇതാട്ടോ അതിൻ്റെ ഒരു പാകം. ഈ കുറുകലാണ് ഇതിൻ്റെ പാകം. ഇതായിക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കണ പോലെ തന്നെ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. പാലും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ടീ കേക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. തട്ടി കൊടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. ഈ മധുരം കുറവില്ല ബിസ്ക്കറ്റാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ കേട്ടോ പൊടിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു പാൻ എടുത്തിട്ട് നല്ലോണം ചൂട് കട്ടില്ല പാനാണ് കേട്ടോ. നല്ലോണം ചൂടായിട്ടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. നല്ലൊരു അടപ്പുണ്ട്. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ, ചെറിയ ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഒരു 40 മിനിറ്റ് 30-40 ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതായിക്കണമെന്ന് തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ അടിപൊളി കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റുമാണ്. അല്ലേ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതിക്കണ് കയറ്റിയപ്പോൾ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അല്ലേ, മുറിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നല്ലൊരു സോഫ്റ്റാത്തത്, കഴിക്കാൻ ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തൊക്കെ കേക്ക് വേണമെന്ന് പറയുമ്പോഴേ ബിസ്ക്കറ്റും പാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നമുക്കതിൻ്റെ മുകളിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റുമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്യണേ. നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കിയിട്ടേ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു, കമൻറ്റൊക്കെ അറിയിക്കൊണ്ടു. അല്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാർക്കും കൊടുക്കുക, ഏത് വിരുന്നുകാർക്കും കൊടുക്കാൻ പറ്റും. ഇത്ര ബിസ്ക്കറ്റാണ് അപ്പോൾ ഇതിന് വേണ്ടത്. താങ്ക്സ്.